സച്ചിദാനന്ദൻ. യുദ്ധം കഴിഞ്ഞ് ശവങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങിയപ്പോൾ കൗരവരും പാണ്ഡവരും ഒന്നിച്ച് തലയിൽ കൈവച്ചു. എന്തിനായിരുന്നു യുദ്ധം? പാണ്ഡവർ ചോദിച്ചു. എങ്ങനെയായിരുന്നു മരണം? കൗരവർ ചോദിച്ചു. ആരാണ് ഈ കടുങ്കൈ ചെയ്തത്? പാണ്ഡവർ തിരക്കി. ആരാണ് ഈ കടുങ്കൈ ചെയ്തത്? കൗരവർ തിരക്കി. നാം ഒരേ കുടുംബക്കാരല്ലേ? പാണ്ഡവർ അത്ഭുതം കൂടി. നാം നല്ല അയൽക്കാരല്ലേ? കൗരവർ അത്ഭുതം കൂടി. നമ്മുടെ പുഴകൾ ഒന്നു തന്നെ, പാണ്ഡവർ പറഞ്ഞു. നമ്മുടെ ഭാഷകൾ ഒന്നു തന്നെ, കൗരവർ പറഞ്ഞു. ഞങ്ങളുടെ വീട് അക്കരെയായിരുന്നു, പാണ്ഡവർ ഓർമ്മിച്ചു. ഞങ്ങളുടെ വീട് അക്കരെയായിരുന്നു, കൗരവർ ഓർമ്മിച്ചു. ഒരേ ഭൂമി, ഒരേ ആകാശം, ഒരേ വെള്ളം, ഒരേ ആഹാരം, പാണ്ഡവർ പാടി. ഒരേ ലക്ഷ്യം, ഒരേ രക്തം, ഒരേ ദുഃഖം, ഒരേ സ്വപ്നം, കൗരവർ ഏറ്റുപാടി. എന്നിട്ട് അവർ തോക്കുകൾ തുടച്ചു വെടുപ്പാക്കി വീണ്ടും പരസ്പരം വെടിവെച്ചു തുടങ്ങി. വീണ്ടും പരസ്പരം വെടിവെച്ചു തുടങ്ങി. സൈനികന്റെ ആത്മകഥ, സച്ചിദാനന്ദൻ. ഇത് ആരംഭിക്കുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ മരിച്ച ഒരു അമേരിക്കൻ സൈനികന്റെ എപ്പിറ്റാഫ് അഥവാ ചിതാലേഖവുമായിട്ടാണ്. അതിങ്ങനെയാണ് ഇംഗ്ലീഷില്: We the unwilling, led by the unqualified, to kill the unfortunate, die for the ungrateful. അതിന്റെ മലയാള അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: ഞങ്ങൾ നന്ദിയില്ലാത്തവർക്ക് വേണ്ടി ഭാഗ്യമില്ലാത്തവരെ കൊല്ലാൻ അർഹതയില്ലാത്തവരാൽ സമ്മതമില്ലാതെ നയിക്കപ്പെടുന്നവർ. ഇനി എന്റെ കവിത. എന്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു, ശത്രുവിൻ്റേത് എന്ന് രാഷ്ട്രം, മനുഷ്യന്റേത് എന്ന് ഞാൻ. അവന്റെ വീഴ്ച എന്റെ കണ്ണിൽ നിന്നും മായുന്നതേയില്ല. ആശ്ലേഷിക്കണമെന്നുണ്ടായിരുന്നു, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു, കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ ഞാൻ ഭയന്നു. അവൻ എന്നെ എന്ന പോലെ തന്നെ. ആരായിരുന്നു ആ ഭയം സൃഷ്ടിച്ചത്? അതിർത്തികൾ സൃഷ്ടിച്ചവർ തന്നെ. എനിക്ക് അവന്റെ പ്രിയപ്പെട്ടവരോട് മാപ്പ് പറയണം. അവന്റെ കുഞ്ഞിന് മുമ്പിൽ മുട്ടുകുത്തണം. നിറയൊഴിക്ക് മുമ്പ് ഞാൻ അവന്റെ കണ്ണിലേക്ക് നോക്കി. അവിടെ അല്പമെങ്കിലും ക്രൂരതയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതൊരു ന്യായമായേനെ. ഇല്ല, മൈത്രി, കരുണ, ദുഃഖം മാത്രം. നെഞ്ചുപൊത്തി വീഴുമ്പോൾ അവൻ എന്താവും ഓർത്തിരിക്കുക? സ്കൂളിൽ പോകും വഴി പറിച്ചു തിന്ന കാട്ടുപഴത്തിന്റെ മധുരച്ചവർപ്പ്, ചെറുപ്പത്തിൽ കൂട്ടുകാരത്ത് പാടിയ പാട്ട്, കാമുകിക്ക് എഴുതിയ അവസാനത്തെ കത്ത്, നാട്ടിൻപുറത്തെ ഇടവഴിയിൽ നട്ടിരിക്കുന്ന അമ്മയുടെ കാഴ്ചമങ്ങിയ കണ്ണുകൾ, വിളഞ്ഞ നെൽവയലിലെ കുളിർകാറ്റ്, തന്റെ ശവപ്പെട്ടി വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത് കാണുമ്പോൾ അനിയത്തിയുടെ പൊട്ടിക്കരച്ചിൽ. സൈനികന് വികാരം വിധിച്ചിട്ടില്ല. മുളയിൽ തന്നെ ചോദ്യങ്ങൾ കരിയുന്ന മരുഭൂമിയിലൂടെയുള്ള നടത്തം മാത്രം. കേവലം തെളിക്കുന്നവന്റെ കൽപ്പന കേൾക്കുന്ന ആടിന്റെ അവസാനിക്കാത്ത മൗനം മാത്രം. കഴുത്തിൽ കത്തി വീഴുന്ന കാളയുടെ ആന്തലും പിടച്ചിലും മാത്രം. വീരഗാഥകൾക്ക് വിട. ഒരു സ്വർഗവും എന്നെ കാത്തിരിക്കുന്നില്ല. നരകത്തിൽ നാം ഒരേ പാത്രത്തിൽ നിന്ന് വിഷമുണ്ണും. മുൾമെത്തയിൽ ഒന്നിച്ചുറങ്ങും. അതിരുകളില്ലാതാകുന്ന ഒരു ലോകത്തിന്റെ അസാധ്യ സ്വപ്നം കണ്ട് ഒന്നിച്ച് പൊട്ടി
കരയും. സമുദ്രങ്ങൾക്ക് മാത്രമല്ല എന്ന എൻ്റെ സമാഹാരത്തിൽ നിന്നാണ് ഇത് 2016 എഴുതിയ